വയനാട് സുൽത്താൻ ബത്തേരി സ്വദേശി ഹേമചന്ദ്രന്റെ മരണത്തിൽ മുഖ്യ പ്രതിയായ നൌഷാദ് ഇന്ന് കേരളത്തിലെത്തും. കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലാകും നൌഷാദ് എത്തുക. അതാണ് സൂചന. നേരത്തെ നിങ്ങൾക്കറിയുന്ന പോലെ ഇൻ്റർനെറ്റ് വഴിയൊക്കെ പ്രതികരിച്ചിരുന്നു. അയാൾ നടത്തിയ കൊലപാതകത്തിൻ്റെ വിശദാംശങ്ങളൊക്കെ. ഷഹദ് റഹ്മാൻ കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകും. ഷഹദ്, ഗുഡ് മോർണിംഗ്. എപ്പോഴാണ് ഈ നൌഷാദ് എത്തിച്ചേരുക? ശരിക്കും ഈ എയർപോർട്ടിൽ വെച്ച് തന്നെ പോലീസ് അയാളെ അറസ്റ്റ് ചെയ്യും എന്നാണോ നമുക്ക് ലഭിക്കുന്ന സൂചന? തീർച്ചയായും അങ്ങനെയാണ്. കാരണം എയർപോർട്ടിൽ വെച്ച് തന്നെ പോലീസ് ഇയാളെ കസ്റ്റഡിയിൽ എടുക്കാനാണ് സാധ്യത. തുടർന്ന് കോഴിക്കോട്ടെ അന്വേഷണ സംഘത്തിന് ഇയാളെ കൈമാറും എന്ന ഒരു വിവരമാണ് നിലവിൽ നമുക്ക് ലഭ്യമാകുന്നത്. ഇന്നാണ് അദ്ദേഹം ഈ ഫ്ലൈറ്റിൽ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിച്ചേരുക. ആദ്യഘട്ടത്തിൽ അദ്ദേഹം അതായത് ഉച്ചയ്ക്ക് മുമ്പ് തന്നെ എത്തുമെന്നൊരു വിവരമായിരുന്നു ലഭിച്ചിരുന്നെങ്കിൽ നിലവിൽ ഇപ്പോൾ എപ്പോൾ എത്തുമെന്നത് സംബന്ധിച്ച് ഒരു കൃത്യമായിട്ടുള്ള ഒരു വിവരമില്ല. പക്ഷേ ഇന്ന് എത്തും എന്നുള്ളതാണ്. കാരണം അദ്ദേഹത്തിന്റെ ഒരു ഫ്ലൈറ്റ് എന്തോ മിസ്സാവുകയോ മറ്റോ ചെയ്തിട്ടുണ്ട് എന്ന ഒരു വിവരമാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ ലഭ്യമാകുന്നത്. പക്ഷേ എങ്കിൽ പോലും ഇന്ന് തന്നെ അദ്ദേഹം കേരളത്തിൽ എത്തും എന്ന ഒരു വിവരമാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ ഈ കേസിൽ അറസ്റ്റിലായിട്ടുള്ളത് ജ്യോതിഷ് കുമാർ, അതുപോലെ തന്നെ BS അജേഷ്, വൈശാഖ് എന്ന് പറയുന്ന 3 പേരാണ്. ഈ 3 പേരെയും അറസ്റ്റ് ചെയ്തതിൽ നിന്ന് പോലീസിന് മനസ്സിലായ വിവരങ്ങളൊക്കെ ഈ നൌഷാദിനോട് ചോദിച്ച് മനസ്സിലാക്കും. അതോടൊപ്പം തന്നെ ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണിക്കുന്ന ദൃശ്യം അത് നൌഷാദ് 24-നോട് ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ വെളിപ്പെടുത്തലുകളാണ്. ആ വെളിപ്പെടുത്തലുകളിൽ ഒന്നും തന്നെ നൌഷാദ് തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് താൻ കൊല ചെയ്തിട്ടില്ല, അയാൾ ആത്മഹത്യ ചെയ്തതാണ്, മൃതദേഹം കുഴിച്ചിട്ടു എന്നുള്ളത് ശരിയാണ്, അത് ഭയം കൊണ്ടാണ് എന്നൊരു കാര്യമാണ്. എന്നാൽ ഈ വാദങ്ങളൊന്നും തന്നെ പോലീസ് ഇതുവരെ മുഖവിലക്കെടുത്തിട്ടില്ല. കാരണം ഇതിനോടകം 3 പേര് ചോദ്യം ചെയ്തു. ആ 3 പേരിൽ നിന്നും മനസ്സിലായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടിയായിരിക്കും സ്വാഭാവികമായിട്ടും നൌഷാദിനെ ഇരുത്തി ചോദ്യം ചെയ്യുക. കൂടാതെ പോലീസിന്റെ കയ്യിൽ കുറെ അധികം ഡിജിറ്റൽ തെളിവുകൾ കൂടി പോലീസ് ശേഖരിച്ചിട്ടുണ്ട്, പ്രത്യേക അന്വേഷണ സംഘം. അപ്പം ഈ ഒരു പശ്ചാത്തലത്തിൽ ഇന്ന് നൌഷാദ് എത്തും. നൌഷാദിനെ ഇന്ന് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുകയും ചെയ്യും.